മര്യാദക്ക് ചെറുക്കന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ നിർത്തി നല്ലോണം കേൾക്കണം. ചോറ് മീൻ കറി ഇല്ലാതെ ചോറിനത്തില്ല. ഞാൻ മുട്ട പുഴുങ്ങി ചോറ് എടുത്താൽ പറയാം എനിക്ക് മുട്ടയും പുഴുങ്ങിയാണ് ചോറ് വരുന്നത്. ഒരു ദിവസം ചമ്മന്തി കൊടുത്തപ്പോ എന്നെ മോന്തയ്ക്ക് എടുത്ത് എറിഞ്ഞു. ചമ്മന്തി കൂട്ടിയാണ് ചോറ് വരുന്നത്. പിന്നെ ഇന്നലെ ഞാൻ എങ്ങനെ നോക്കേണ്ടത്? അവരെ നോക്കിയിട്ടില്ല. അവരുള്ള സമയത്ത് വെള്ളം എടുത്തിട്ട് അടിച്ചതേ ഉള്ളൂ. ഇനി അവരുടെ വീട്ടിലോട്ട് എനിക്ക് കൊണ്ടുചെല്ലാൻ പറ്റുമോ? ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവര് പറയുന്നല്ല എനിക്ക് കേട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. ഈ ചെറുക്കൻ ഇവിടുന്ന് 1/2 ലിറ്റർ സാധനം എടുത്ത് എറിഞ്ഞപ്പോ അവനെ അടിക്കാൻ ചെന്ന്. എല്ലാം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് നമ്മൾ നോക്കണം എന്ന് പറയുമ്പോഴാ ഇനി അച്ഛന്റെ പുറം കിടക്കാൻ പറ്റുമോ? ഞങ്ങളുടെ മക്കളുടെ പുറം ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുമോ? എന്നെക്കാട്ടും മുട്ടനായിരിക്കുന്ന ഒരു കൊച്ചുണ്ട്. എനിക്ക് ആ കൊച്ചിനെ നോക്കണ്ടായ. വീട്ടിലാരും ഇല്ലാത്ത ആ കുഞ്ഞിനെ കൊണ്ടാണ് ഞാൻ കടയിൽ പോയേക്കുന്നത്. മോളില്ലായിരുന്നു. ഇല്ല, അവർക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ 24 മണിക്കൂർ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വയ്യ വയ്യ വയ്യ. എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നത്, കാലുവേദന എടുക്കുന്നത്. എനിക്ക് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റുമോ? നമ്മൾ എവിടെയെങ്കിലും ഒരു വണ്ടിക്കകത്ത് പിടിച്ചിരിക്കത്തില്ല. മലന്ന് പറഞ്ഞാൽ മങ്ങ് വീഴും. എന്നോട് അവിടെ ആളുണ്ടോ നമ്മളിവിടെ കൊണ്ടുപോകാനോ എടുക്കാനോ വരാനോ വല്ലോ? അവന്റെ കാര്യം നമ്മളിപ്പോ അവനങ്ങ് പോകും. എനിക്ക് എപ്പോഴും അവനെ വിളിച്ചു വരുത്താൻ പറ്റുമോ? രണ്ട് വർഷമായിട്ട് ഇയാൾ നീണ്ടകര ഫിഷിംഗ് ഹാർബറിനകത്ത് ഇങ്ങനെ അലഞ്ഞിടയ്ക്കുക. ഈ 2 വർഷമായിട്ട് അലഞ്ഞിടക്കുന്ന പറഞ്ഞാൽ ഇയാൾ പലരും കയ്യിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കുക, അവിടുന്ന് മദ്യം കൊടുത്താൽ മദ്യം മേടിച്ച് കുടിക്കുക, പട്ടി കിടക്കുന്നത് പട്ടിയോട് കിടക്കുക. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം ഈ നീണ്ടകര എന്ന് പറയുന്ന പ്രദേശത്ത് പ്രായപൂർത്തിയായ വൃദ്ധയായ ഒരു പിതാവിനെ അവരുടെ മക്കൾമാരായ ഒരു 40 വയസ്സിനകത്ത് വരും, 35-40 വയസ്സിനകത്തുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയാണ്. അദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്. ആ 2 മക്കള് ഈ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ അദ്ദേഹം മീൻകറി ചോദിക്കുന്നു എന്നുള്ള കാരണം ഭക്ഷണം കഴിക്കണമെങ്കിൽ അദ്ദേഹം മത്സ്യം വേണമെന്ന് പറയുന്നു. അദ്ദേഹത്തിന് മലമൂത്ര വിസർജനങ്ങൾ കിടക്കപ്പായിൽ ചെയ്യുന്നു. ഇത്തരം ബുദ്ധിമുട്ടുകൾ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നോ പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന് റോഡ് സൈഡിൽ ഇറക്കി വിടുന്ന കാഴ്ചയാണ് കണ്ടത്. ആ പ്രദേശത്തുള്ളവർ കാണുകയും അത് വീഡിയോ ചിത്രീകരിക്കുകയും അവരോട് സംസാരിച്ചപ്പോൾ പറയുന്ന ആരോപണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിശയിപ്പിക്കുന്നതാണ്. സ്വന്തം മക്കളെ വളർത്തി വലുതാക്കുന്നത് എന്തുമാത്രം ബുദ്ധിമുട്ടുകളും. അപ്പോഴൊക്കെ കുട്ടികൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഒരു മാതാപിതാക്കളും എടുത്ത് ദൂരെ കൊണ്ട് കളയത്തില്ല. ഇവിടെ വളർന്നു കഴിയുമ്പോൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഇവിടെ സാമൂഹ്യനീതി വകുപ്പിന്റെ ഒക്കെ ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങൾ എത്തിക്കുകയോ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് മെമ്പറെ അറിയിപ്പിക്കുകയോ ഇതേ കണക്ക് പൊതുരംഗത്ത് നിൽക്കുന്ന സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്ന ഇതേ കണക്കുള്ള പ്രവർത്തകരെ അറിയിപ്പിക്കുകയോ ചെയ്താൽ അവർ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. ഇപ്പോൾ ഇത്തരത്തിൽ ആ വൃദ്ധനായ ഒരു യുവാവ് അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണവുമില്ലാതെ മനുഷ്യത്വരഹിതമായി ജീവിച്ചുകൊണ്ടിരുന്ന അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി മുടിവെട്ടി ഷേവ് ചെയ്ത് അവരെ വൃത്തിയാക്കി ഒരു സാമൂഹ്യനീതി വകുപ്പിന്റെ കേന്ദ്രത്തിൽ കൊണ്ടാക്കിയ ഈ പൊതുപ്രവർത്തകർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. അവരെ ഇത്തരത്തിൽ കൊണ്ടുവരുന്നാൽ ആരും തിരിഞ്ഞു നോക്കാതെ ഇത്തരം പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നാളെ ഇതേ കണക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെതിരെ ആണ് ഇത്തരം നിരവധി പ്രവർത്തകർ അല്ലെങ്കിൽ നിരവധി ഇതേ കണക്കുള്ള മരണപ്പെട്ടവരെയും അല്ലെങ്കിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നീണ്ടകര ശക്തികുളങ്ങരയിലുള്ള സാമൂഹ്യ പ്രവർത്തകരാണ്. അവര് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. അവര് അത്തരം സ്വന്തം കാര്യങ്ങൾ നോക്കാതെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന അവർക്കെതിരെ കേസും വ്യവഹാരവും നടത്തി സ്വന്തം പിതാവിനെ കൊണ്ട് റോഡിൽ തള്ളിയവരെ ഒരു നല്ലൊരു അഭയകേന്ദ്രത്തിൽ കൊണ്ട് എത്തിച്ചതിനാണ് അവർ ഇത്തരത്തിൽ കേസും നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സ്വന്തം പിതാവിനെ നോക്കാനോ സ്വന്തം പിതാവിനെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനോ സ്വന്തം പിതാവിനെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനോ നോക്കാനോ ശുശ്രൂഷിക്കാനോ കഴിയാത്ത ഒരു യുവതിയും യുവാവുമാണ് ഈ ഇത്തരം കാരുണ്യ പ്രവർത്തനം ചെയ്ത അവർക്കെതിരെ കേസും നടപടിയായിട്ട് പോയത്. ആ യുവതി പറയുന്നത് നമുക്ക് കേൾക്കാം. ഇദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തകർ പറയുന്നത് നമുക്ക് കേൾക്കാം. എത്ര നാളുകൊണ്ട് ഇദ്ദേഹത്തെ അറിയാം? 2 വർഷമായിട്ട് ഇയാൾ നീണ്ടകര ഫിഷിംഗ് ഹാർബറിനകത്ത് ഇങ്ങനെ അലഞ്ഞിടയ്ക്കുക. ഈ 2 വർഷമായിട്ട് അലഞ്ഞിടക്കുന്ന പറഞ്ഞാൽ ഇയാൾ പലരും കയ്യിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കുക, അവിടുന്ന്
മദ്യം കൊടുത്താൽ മദ്യം മേടിച്ച് കുടിക്കുക, പട്ടി കിടക്കുന്നത് പട്ടിയോട് പോയി കിടക്കുക. അതായത് ഈ ആർബറിന്റെ വാദം കയറി ചെല്ലുന്ന വാദമൊക്കെ ഇയാൾ ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പൊ നിങ്ങളെല്ലാം അദ്ദേഹത്തിനെ പിടിച്ച് മുടിയൊക്കെ വെട്ടി കുളിപ്പിച്ച് വൃത്തിയാക്കി അദ്ദേഹത്തിന് വീടുണ്ടെന്ന് പറഞ്ഞപ്പോ വീട്ടിൽ കൊണ്ടാക്കി. ഇയാള് പിന്നെ അവിടെ കിടന്നില്ല സിംഗാറിന്റെ ഗേറ്റ് കയറി വരുന്ന വാതൊക്കെ ഇയാള് മലം മൊത്തം പോയി കിടന്ന് ഇയാള് മുഷിഞ്ഞ് അവിടെ മരിക്കുമാരി കിടന്ന് ഭയങ്കര വലിക്കുന്ന. അപ്പൊ അത്തരത്തിൽ ബുദ്ധിമുട്ടാളെ നിങ്ങൾ അവർക്ക് 2 മക്കളുണ്ടല്ലോ, ആ മക്കളെ വീട്ടിലല്ലേ കൊണ്ടാക്കിയ? മക്കളെ ഇയാള് കുളിപ്പിച്ചെല്ലാം വൃത്തിയാക്കിയതെല്ലാം അവസരം കഴിഞ്ഞ പറഞ്ഞ എനിക്ക് എന്റെ വീട് കൊട്ടുകടാണ്, ഞങ്ങളെ അവിടെ കൊണ്ടാക്കണം. അങ്ങനെ ഗണേശൻ വന്ന് ഗണേശൻ ഓട്ടോ വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ കോട്ടയിൽ കയറി കോട്ടയിൽ കയറിയിട്ട് പിന്നെ ഓട്ടോക്കാരനടുത്ത് പറഞ്ഞ് അവിടെ കൊണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ച് അവിടെ കൊണ്ടാക്കിയപ്പോ ഗണേശന്റെ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം വീണ്ടും ഇവര് വണ്ടിക്കകത്ത് ഓട്ടോയ്ക്കകത്ത് കൊണ്ടുവന്ന് വീണ്ടും റോഡ് സൈഡിൽ തള്ളുകയാണ്. തിരിച്ച് കൊണ്ടുവന്ന് ഗണേശന്റെ കടയിൽ കൊണ്ടുവന്നപ്പോ ഗണേശൻ ഈ കൊണ്ട് തള്ളിയപ്പോഴാണ് ഇവര് പറയുന്നത് മീൻ കറി ഉണ്ടെങ്കിലേ ഭക്ഷണം കഴിച്ചെങ്കിലേ ഇവർക്ക് ഭക്ഷണം ഇറങ്ങത്തോളൂ, മീൻ ചോദിക്കുന്നതൊക്കെ അല്ലേ പറയുന്നത്. അതെ അതെ, മോള് പറയുന്നത്. അച്ഛനെ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യനെ മലമൂത്ര വിസർജനങ്ങൾ നടത്തുന്നതൊക്കെ ബുദ്ധിമുട്ടാണെന്നല്ലേ പറയാറ്. അപ്പൊ ഈ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ കുട്ടികളെയൊക്കെ ഇവര് വളർത്തുന്ന സമയത്ത് എന്തുമാത്രം മൂത്രമൊഴിക്കുകയും മലമൂത്ര വിസർജനം നടത്തുമ്പോഴാണല്ലോ ഈ കുട്ടികളെ 10 വയസ്സ് വരെ വളർത്തണമെങ്കിൽ മാതാപിതാക്കളാണല്ലോ വളർത്തുന്നത്. അപ്പൊ ഈ വളർന്നതിന് ശേഷമല്ലേ ഇവർക്ക് ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞല്ലേ റോഡ് സൈഡിൽ കൊണ്ട് തള്ളുന്നത്. അതെ, അങ്ങനെ തിരിച്ച് ഗണേശന്റെ കടയിൽ കൊണ്ടുവന്ന് ഗണേശൻ തിരിച്ചെന്ത് കയറിയോ ഇവര് വന്നതുകൊണ്ട് പോലീസിനെ വിളിച്ചപ്പം ഈ ആട്ടോക്കാരൻ എന്താ പറയാ അത് ഭയന്ന് പുള്ളിക്കാരൻ പെട്ടെന്ന് അങ്ങ് എടുത്തോണ്ട് പോയിട്ട് ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോ എനിക്ക് ഫോൺ വരുന്നു. അദ്ദേഹത്തിന് ഹാർബറിനകത്ത് വീണ്ടും ഒരു തെങ്ങിന്റെ ചവിട്ടിക്കൊണ്ട് തെങ്ങിന്റെ അവരെ കളത്തിട്ട് പോലീസ് സ്റ്റേഷനിലാണോ അങ്ങനെ വിളിച്ച് പറയുന്നത്? ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാനായിട്ട് ഇവര് കടയുടെ മുമ്പിൽ കൊണ്ടുവന്നു. എനിക്കൊരു സ്ഥാപനമുണ്ട് ഞാൻ ജോലി ചെയ്യുന്നത്. ആ സ്ഥാപനത്തിന് മുമ്പ് ഇവർ ആദ്യമേ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ച ഒരു അതായത് സാധാരണ ഫോൺ വിളിക്കുമല്ലോ, ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടിടും എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമല്ലോ, ഞാൻ അതൊരു സാധാരണ രീതിയിലെടുത്ത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ അറിയുന്നത് ഇവര് ഒറിജിനലായിട്ട് എന്റെ ആരും അല്ല, നമ്മളൊരു കാണിച്ച തെറ്റെന്ന് പറഞ്ഞാൽ അയാള് മുഷിഞ്ഞ് വൃത്തികേടായിട്ട് നടന്നു. ഇങ്ങനെ ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഈ ആട്ടോയിൽ കൊണ്ടുവന്ന് ഇറക്കുന്ന സമയത്തല്ലേ നിങ്ങൾ അത് ആരായിട്ട് ചിത്രീകരിക്കുകയൊക്കെ ചെയ്ത് അപ്പം അത് അവിടെ കൊണ്ടാക്കിയിട്ട് വീണ്ടും അങ്ങ് പോവുകയാണ് റോഡ് സൈഡിൽ. വീണ്ടും നിങ്ങളിപ്പോ അദ്ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് എവിടെ കൊണ്ടാക്കിയത്? ഇപ്പൊ ഞങ്ങളിപ്പോ അങ്ങനെ ഇദ്ദേഹത്തിന് തീരെ നടക്കാൻ അവസ്ഥയില്ലായിരുന്നു. അപ്പൊ ആ മാവിന്റെ വീട്ടിൽ നിന്ന് ഇയാൾക്ക് എണ്ണിക്കാൻ വയ്യ, ആഹാരം കഴിക്കാതെ 2 ദിവസം ഈ മഴയത്താണ് അവർ കൊണ്ട് ഇട്ടിട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ എന്താ അറിയോ ഇദ്ദേഹത്തിന് എടുത്തിട്ട് പിന്നെ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് അന്നേരം ഈ ഫൗണ്ടേഷൻ ബൈസ്റ്റാൻഡർ ഇല്ലാതെ നിർത്തത്തില്ല. ഞങ്ങൾ പറയും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് പോകാതെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് ഇദ്ദേഹത്തിനെ വീണ്ടും റെഫർ ചെയ്തപ്പോ വീണ്ടും വന്നപ്പോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഒരു അൺനോൺ കിടക്കുന്നതെന്ന് പറഞ്ഞ് വിളിച്ചു. അതേപോലെ ഇദ്ദേഹത്തെ ഞങ്ങൾ വീണ്ടും വന്ന് സാമൂഹ്യനീതി വകുപ്പിലെ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഒരു തക്കതായ ഒരു സ്ഥാപനത്തിൽ ആക്കി തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ താൽക്കാലികം ആക്കി കൊടുത്തിട്ടുണ്ട്. കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ അധീനതയിലാണ് ആക്കിയത്. അപ്പൊ അദ്ദേഹം അവിടെ ഉണ്ട് ഇപ്പൊ. ഉണ്ട്. അപ്പം ഈ ഇത്തരത്തിൽ ഈ മക്കളുമാരി തെരുവിൽ കൊണ്ട് തെള്ളുന്നതിനേക്കാൾ അവർക്ക് തന്നെ ഇത് ചെയ്യാമായിരുന്നല്ലോ. അതിനുവേണ്ടി അതിൽ ഈ സാമൂഹ്യനീതി വകുപ്പും അതിന് മന്ത്രിയും ഒക്കെ ഉള്ളത്. അപ്പൊ ഈ തീരെ മനുഷ്യത്വരഹിതമായിട്ടാണ് ഈ യുവതി കൊണ്ടുവന്ന് ഈ റോഡിൽ തള്ളിയിട്ട് മോനും മോളും മകനും കൂടെ നമുക്ക് ഇത്രയും സങ്കടം ഇല്ലായിരുന്നു. നമ്മൾക്ക് ഒരു കാര്യം പറഞ്ഞാൽ മതി, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള സാഹചര്യം ഇല്ല, അവസ്ഥ മോശമായിരുന്നു. അതല്ല, നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ എല്ലാ വാർഡുകളിലും മെമ്പർ ഉണ്ട്. ആ മെമ്പറെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. നമ്മളോട് സഹകരിച്ചെങ്കിൽ നമ്മൾ എന്തുവേണം ചെയ്തു കൊടുക്കാം. ഈ ഉണ്ടാക്കാൻ പറ്റിയ ഇതേ കണക്കിപ്പം ഗണേശനാക്കിയതുപോലെ വേറെ പല സ്ഥലങ്ങളുണ്ട്. നമ്മുടെ എന്നിട്ട് പിന്നെ ഗണേശന്റെ ഒരു കേസ് കൊടുത്തു. ഇപ്പൊ അന്ന് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത നിങ്ങൾക്കെതിരെയാണോ ആ സ്ത്രീ കേസ് കൊടുത്തത്? ഇന്നുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞ് അവർ കേസ് കൊടുത്തേക്കുന്നു. അതിന് ഞങ്ങൾ അതായത് ഞങ്ങൾക്ക് സമീപിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ പൊതു പബ്ലിക്കായിട്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണവും ഇല്ലാതെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ദുസ്ഥിതി ആലോചിച്ചാണ് നിങ്ങൾ അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ ചെയ്തത്. അപ്പൊ ആ ചെയ്ത നിങ്ങൾക്കെതിരെയാണ് ഈ സ്വന്തം പിതാവിന് ഭക്ഷണവും കൊടുക്കത്തില്ല, റൂമിൽ താമസിപ്പിക്കാനും. അതും വീണ്ടും അവര് വീട്ടിൽ 2 ദിവസം താമസിച്ചിട്ട് അവിടെ പെടുക്കുന്നു തോറുന്നു എന്നും പറഞ്ഞ് ഇദ്ദേഹത്തിനെ വീണ്ടും ആ കടത്തിനേലും അല്ല ഒരു മാവിന്റെ കൊണ്ട് കളഞ്ഞിട്ട് പോയി ഹാർബറിൽ. അതിന്റെ എല്ലാ വീഡിയോ ഉണ്ട്. അവര് പിന്നെ നമ്മൾ ഇത് ഇത്രയും വൈരാഗ്യം വരത്തില്ലായിരുന്നു. ഇവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ നിരന്തരം ഫോണിൽ കൂടെ രാത്രി ഇന്നല്ല പകൽ നമ്മളെ ഭീഷണിപ്പെടുത്തുക, നിങ്ങൾ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ നമ്മളെ വിചാരിച്ച ആദ്യമേ തമാശയ്ക്കാന്ന് വരും. പിന്നെയാണ് അറിയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കടയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ ആരുമല്ല, നമ്മുടെ ആർക്കും വേണ്ട, നമ്മൾ ആയിരക്കണക്കിന് ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ തിരിച്ച് വരാൻ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടില്ല.
ഓക്കെ.